കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷമില്ലാത്ത പച്ചക്കറികൾ സ്വന്തം വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലുമൊക്കെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒന്നാണ് വെണ്ട കൃഷി. ചട്ടിയിലോ ഗ്രോ ബാഗിലോ ചെറിയൊരു സ്ഥലത്തോ എവിടെ വേണമെങ്കിലും വെണ്ട നമുക്ക് നല്ല വിളവോടെ നട്ടു വളർത്താവുന്നതാണ്. അത് എങ്ങനെയാണ് എന്ന് വളരെ ലളിതമായി നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഇനം വിത്തുകൾ അത് അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കണം. ഫുട്പാത്തിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന വിത്തുകളിലൊന്നും എക്സ്പയറി ഡേറ്റ് ഒന്നും കാണില്ല. അതുകൊണ്ട് വിശ്വസനീയമായ സ്ഥലത്ത് നിന്നും വാങ്ങിക്കണം. വെണ്ടയിലെ മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന അർക്ക, അനാമിക, സുസ്ഥിര ഒക്കെ നല്ല വിളവ് തരുന്ന വിത്തിനങ്ങളാണ്. വിത്ത് നടുന്നതിന് മുമ്പ് 5-6 മണിക്കൂറെങ്കിലും കഞ്ഞി വെള്ളത്തിലോ സാധാരണ വെള്ളത്തിലോ കുതിർത്തി വച്ചാൽ വേഗത്തിൽ തന്നെ വിത്തുകൾ മുളച്ചു വരും. വിത്ത് കീടങ്ങൾ വരാതിരിക്കാൻ അല്പം സ്യൂഡോമോണസ് ലായനിയിൽ 30 മിനിറ്റ് മുക്കി വെക്കുന്നത് കൂടുതൽ ഗുണം കിട്ടുകയാണ് ചെയ്യുക. ഇനി രണ്ടാമത്തെ സ്റ്റേജ് മണ്ണൊരുക്കലാണ്. ചാണകപ്പൊടി, ചകിരിച്ചോറ്, മേൽമണ്ണ് എന്നിവ ഈക്വൽ റേഷ്യോയിലാണ് ചേർത്തേണ്ടത്. അടിവേരുകളിൽ വേര് ചീയൽ വരാതിരിക്കാനായി ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും അല്പം കുമ്മായവും ചേർത്ത് കൊടുക്കാം. വിത്തുകൾ ട്രേകളിലോ ചട്ടിയിലോ ഒക്കെ നടുമ്പോൾ 1-2 വിത്തുകൾ വീതം നടാവുന്നതാണ്. വിത്തുകൾ മുളക്കുന്നത് വരെ നേരിയ തോതിൽ നനച്ചു കൊടുക്കണം. ചെടി മുളച്ച് 10-15 ദിവസം കഴിയുമ്പോൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് നേർപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ ചെടി തഴച്ചു വളരുന്നത് കാണാം. ആഴ്ചയിലൊരിക്കൽ കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കാവുന്നതാണ്. തൈകൾ നല്ല പച്ചപ്പോടെ വളരാനായിട്ട് ഫിഷ് അമിനോ ആസിഡ് ഇലകളിൽ തെളിച്ചു കൊടുത്താൽ നല്ല പച്ചപ്പോടെ കൂടുതൽ കായ്ഫലം ലഭിക്കും. അതുപോലെ തന്നെ വെണ്ടച്ചെടിയെ വെള്ളീച്ചയോ ഇലപ്പുള്ളിയോ ആക്രമിക്കുന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ മിശ്രിതമോ സോപ്പ് ലായനിയോ ഇലകളുടെ അടിവശത്ത് അടിച്ചു കൊടുത്താൽ മതി. ഇലകൾ മഞ്ഞളിക്കുന്നത് കണ്ടാൽ ഉടൻ തന്നെ ആ ഇലകൾ നശിപ്പിച്ച് കളയണം. വെണ്ടയിൽ നിന്നും 45 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആദ്യ വിളവെടുപ്പ് നടത്താവുന്നതാണ്. വെണ്ട മൂത്ത് പോകുന്നതിന് മുമ്പായി തന്നെ വിളവെടുപ്പ് നടത്തണം. പതിവായി വിളവെടുക്കുമ്പോഴാണ് കൂടുതൽ ശാഖകളും കായ്കളും ഉണ്ടാവുന്നത്. ചെടിക്ക് 45 ദിവസം പ്രായമാകുമ്പോൾ പ്രധാന തണ്ടിൻ്റെ അഗ്രഭാഗം ഒന്ന് മുറിച്ച് നീക്കിയാൽ കൂടുതൽ ശാഖകൾ വരാനും അതുവഴി കൂടുതൽ കായ്കൾ ഉണ്ടാകാനും സഹായിക്കും. അപ്പോൾ ഇനി എല്ലാവരും വീട്ടിലുള്ള സ്ഥലത്ത് വെണ്ട കൃഷി ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.